ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ ഒരു റീഡിംഗ്. കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്നുള്ളത്. ഏത് സാഹചര്യത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്? ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കുന്ന അതല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിലോട്ട് ഈ ഒരു വ്യക്തിക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി. 3 of Wandsന്റെ എനർജി കിട്ടുന്നുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് വളരെയധികം ആഴത്തിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു കരിയറിൽ നല്ല രീതിയിലൊരു ഗ്രോത്ത് വേണം എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയോ പോകുവാനായിട്ട്, അതായത് ഒരു യാത്രയ്ക്കായി തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഭാവിയെ കുറിച്ച് ഈ ഒരു സമയത്ത് ഇവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി. ടെൻ ഓഫ് വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ഒരു ഭാരം അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ചിന്തകളാൽ നിങ്ങൾ വളരെയധികം ഒരു ഭാരം അനുഭവിക്കുന്ന ഒരു എനർജി ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ഭാരങ്ങൾ തന്നതിന് ശേഷമാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഇവിടെ അകന്നു പോയതായിട്ട് കാണിക്കുന്നത്. അതായത് അവരുടെ സന്തോഷം തേടി അവർ പോയ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതിലും കൂടുതൽ ഭാരം ഈ ഒരു വ്യക്തി തന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളത്. പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി മറ്റു കാര്യങ്ങളിൽ ഈ ഒരു സമയത്ത് ശ്രദ്ധ കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുതിയ എന്തോ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് ഇവർ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ പദ്ധതികൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് വന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്ത് വളരെയധികം വ്യക്തതയോടുകൂടി പ്ലാൻ ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു സമയത്ത് മറ്റു ചിന്തകളൊന്നും ഈ ഒരു വ്യക്തിയുടെ മനസ്സിലില്ല എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഇവരുടെ കരിയറിനെ കുറിച്ച് വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 8 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതായത് ഇത് നിങ്ങൾക്കുള്ള ഒരു ഉപദേശമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊട്ടും തന്നെ മെച്യൂരിറ്റി ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി കൈവരിക്കുക എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴും അവിടെ ആ ഒരു വ്യക്തിയിൽ തന്നെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഇനി നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ തന്നെ കുടുങ്ങിക്കിടക്കണ്ട. നിങ്ങൾ കുറച്ച് പക്വതയോടുകൂടി ചിന്തിച്ച് പതുക്കെ ഇതിൽ നിന്ന് ഒന്ന് പുറത്തോട്ട് വരിക എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി അവരുടേതായ കാര്യങ്ങൾ നോക്കി അവരുടേതായ എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കി പോയ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി. ക്യൂണോകപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി അവരിൽ തന്നെ ഈ ഒരു സമയത്ത് ശ്രദ്ധ കൊടുത്തു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അവർ അവരെ തന്നെ സ്നേഹിക്കുന്നു, അവരെ തന്നെ കെയർ ചെയ്യുന്നു, അവരുടേതായ കാര്യങ്ങൾ നോക്കുന്നു. മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അവർ ഈ ഒരു സമയത്ത് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇവരെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇനി എത്ര തന്നെ ഇവരെ സ്നേഹിച്ചാലും അതിനൊന്നും അവർ വലിയ പ്രാധാന്യം കൊടുക്കുമെന്ന് കാണിക്കുന്നില്ല. അവർ ഈ ഒരു സമയത്ത് അവരുടേതായ ഗ്രോത്ത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അവർക്ക് എങ്ങനെ ഉയരാം, അതുപോലെ തന്നെ അവർക്ക് എങ്ങനെ മുന്നേറാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മറ്റൊരു കാര്യങ്ങളും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു സമയത്ത് വളരെയധികം ഒരു പക്വതയോട് കൂടി ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും
ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി. ഫൈവ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി സ്വാർത്ഥനാണെന്ന് കാണിക്കുന്നുണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വേദനയേക്കാൾ, അതായത് മറ്റുള്ളവർ എത്ര വേദനിച്ചാലും അതൊന്നും ഈ ഒരു വ്യക്തിയെ ബാധിക്കുന്ന കാര്യമല്ല. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫൈവ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് ഇവിടെയും അത് തന്നെ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇവിടെ നിങ്ങളുടെ എനർജി വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നത്, അതായത് ഈ ഒരു വ്യക്തി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചതായിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾക്കും നിങ്ങളുടെ വേദനയ്ക്കും യാതൊരു തരത്തിലുള്ള ഒരു വാല്യൂ ഇവർ തന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരുപക്ഷെ മുൻപ് ഇവർ വളരെയധികം സ്നേഹത്തോടു കൂടി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളോട് കെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് സ്നേഹം തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം, ഇവരുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നപ്പോൾ ഇവരുടേതായ രീതിയിൽ മുന്നോട്ട് പോയതായിട്ടാണ് കാണിക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളുടെ വേദന ഇവർ മനസ്സിലാക്കിയില്ല എന്ന് നമുക്കിവിടെ ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജി. സെവൻ ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ് കിട്ടുന്നത്. വൈകാരികമായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ യാതൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ, അതായത് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള ഒരു വൈകാരികമായിട്ട് യാതൊന്നും ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. സെവൻ ഓഫ് വാണ്ട്സ് ആണ്. ഇവർ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്നും കേൾക്കുവാനായിട്ട് ഇവർക്ക് താല്പര്യമില്ല. നിങ്ങളുടെ വാക്കുകൾ അതല്ലെങ്കിൽ നിങ്ങളുടെ വേദനകൾ ഇതൊന്നും കേൾക്കുവാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് താല്പര്യമില്ല എന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്. ഫോർ ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ ഫാമിലിയിൽ എന്തോ ഒരു ആഘോഷം നടക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഉടൻ തന്നെ നടക്കാൻ സാധ്യതയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി അവരുടെ ആ ഒരു പുതിയ ഹോമിലോട്ട് മാറുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം, ഒരു മാരേജ്, ഒരു എൻഗേജ്മെന്റ്, ആ ഒരു എനർജി ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്തരത്തിലുള്ള എന്തോ ഒരു കാര്യം, എന്തോ ഒരു ആഘോഷം ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു എനർജി ഒക്കെ കാണിക്കുന്നുണ്ട്. അതുകൂടി കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഇവിടെ ഡിസ്റ്റൻസ് ഇട്ട് പോയ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏസ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇനി നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ സത്യം എന്താണെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ അത് അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു വ്യക്തി തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് എവിടെയൊക്കെയോ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ ഏതൊരു വ്യക്തിക്കായിട്ടാണോ ഈ ഒരു സമയത്ത് വെയിറ്റ് ചെയ്യുന്നത്, ആ ഒരു വ്യക്തിക്കായിട്ട് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യാത്തതായിരിക്കും കൂടുതൽ ഉചിതമായിട്ട് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇവരുടേതായ സന്തോഷത്തിൽ ഈ ഒരു സമയത്ത് പോയ ഒരു എനർജി ഒക്കെയാണ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ അവരുടെ മൈൻഡിൽ നിങ്ങളില്ല എന്ന് കാണിക്കുന്നുണ്ട്. അവർ അവരുടേതായ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇവിടെ വളരെയധികം വേദനയോട് കൂടി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിനെ ഹീലാക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാണ്ട് ഈ ഒരു വ്യക്തി അവർ വരുന്നതിനെ കുറിച്ച് ഓർത്ത് അതല്ലെങ്കിൽ അവർക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട എന്നാണ് ഇവിടെ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.